ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് ഇത്തരം അഭ്യൂഹങ്ങൾ വന്നത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പ്രതികരണം നടത്തിയത്. അവർ പറഞ്ഞത് ഇറാൻ ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി US തങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറിനെയും പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് ഉടൻ ചർച്ചകൾ നടക്കും എന്ന് തന്നെ അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ചർച്ചകൾ ശുഭകരമാണെങ്കിൽ USന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് കൂടി പാകിസ്ഥാനിൽ എത്തുമെന്നും കരോലിൻ ലെവിറ്റ് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ പറയുന്നത് ഇപ്പോൾ നിലവിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത് ഇറാന്റെ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം അബ്ബാസ് അറക്ചി ഉടൻ തന്നെ ഒമാനിലേക്കും അതുപോലെ തന്നെ മോസ്കോയിലേക്കും യാത്ര തിരിക്കും. ഇപ്പോൾ നിലവിൽ US-ഉമായിട്ടുള്ള ഒരു ചർച്ച തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുക മാത്രമാണ് നിലവിൽ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇസ്മായിൽ ബഗൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചർച്ചയുടെ, അതായത് നേരിട്ടുള്ള ചർച്ചയുടെ സാധ്യതകൾ വിദൂരം തന്നെയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ അവർ ഇന്നോടെ യാത്ര തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നാളെയാകും പാകിസ്ഥാനിലെത്താൻ. അപ്പോൾ ഇത്ര ദീർഘമായിട്ടുള്ള ഒരു സന്ദർശനം അതിന് ഇറാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു സംഭാഷണം അത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നു, അതിന് ഇറാൻ സന്നദ്ധത അറിയിക്കുമോ എന്നുള്ള അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും ഒരു വിദൂരം തന്നെയാണ്. പക്ഷേ ഇറാന്റെ ചില ഉപാധികളെങ്കിലും പാകിസ്ഥാന് കൈമാറിയിട്ട് അത് പാകിസ്ഥാൻ അമേരിക്കൻ പ്രതിനിധികളെ ഏൽപ്പിച്ച് പിന്നീട് അമേരിക്കയുടെ ഒരു മറുപടി വന്നതിന് ശേഷം തുടർ നീക്കങ്ങളെങ്കിലും നടക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റൊരു സംഘർഷ ഭൂമികയാണ് ലെബനനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിലും സംഘർഷത്തിന് അയവില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ സേനയും അതുപോലെ തന്നെ ഹിസ്ബുള്ള സേനയും തമ്മിലുള്ള ഒരു വെടിവയ്പ്പൊക്കെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. മേഖലയിൽ 6 ഹിസ്ബുള്ള സൈനികരെ കൊലപ്പെടുത്തിയതായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് മരണസംഖ്യ 2491 പിന്നിട്ടതായിട്ടാണ് ലെബനനിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ള സേനയ്ക്ക് മേലുള്ള ഒരു നിയന്ത്രണം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യത്തിന് ലെബനനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്.